പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്കാണ്. ഇന്നോടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാവുകയാണ്. ആദ്യഘട്ട പ്രചാരണത്തിൽ ലഭിച്ച മുൻതൂക്കത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥികൾ ഇപ്പോഴുള്ളത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ആദ്യം തിരുവനന്തപുരത്ത് നിന്നും നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് നൃപൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ആശങ്ക ഏതുമില്ലാതെ ഒരു സമ്പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതു മുതൽ ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ ഇടതുമുന്നണി. ആ ഒരു ആത്മവിശ്വാസം എല്ലാ സ്ഥാനാർത്ഥികളും പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് ഇന്നിപ്പോൾ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിക്കൊണ്ട് കടക്കാനിരിക്കുന്നു. തീർച്ചയായും കാവ്യ, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തരത്തിലുള്ള തർക്കവുമില്ലാതെ ആദ്യം മുന്നണികളുടെ സ്ഥാനാർത്ഥി വിഭജനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഓരോ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേന തീരുമാനിച്ചു. LDFൻ്റെ സമ്പൂർണ്ണമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അതിനുശേഷം സ്ഥാനാർത്ഥികളുടെ പര്യടനം പ്രധാന കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സാധാരണ ബൂത്ത് തലം മുതൽ പാർലമെൻറ്റ് കൺവെൻഷൻ വരെയുള്ള പരിപാടികളാണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനം. അത് സംഘടനാപരമായി ഈ പ്രവർത്തകരെ അണിനിരത്തുക എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് പാർലമെൻറ്റ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഘടന, സംഘടനാപരമായ ഘടന കൂടി പൂർത്തിയാവും. ഇന്ന് 3 പാർലമെൻറ്റ് കൺവെൻഷൻ കൂടി, നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ 3 പാർലമെൻറ്റ് കൺവെൻഷൻ കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇടതുമുന്നണിയുടെ പാർലമെൻറ്റ് കൺവെൻഷൻ 20 പാർലമെൻറ്റ് കൺവെൻഷനിലെയും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ പൂർത്തിയാവും. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ 2 കൺവെൻഷനുകൾ പൂർത്തിയായിരുന്നു. പ്രധാനപ്പെട്ട കൺവെൻഷനുകളെല്ലാം കഴിഞ്ഞ ദിവസം കൊണ്ട് പൂർത്തിയായി. ഇനി 3 കൺവെൻഷൻ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രമല്ല, രാഷ്ട്രീയവും വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ നിർണായകമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുന്ന RSS നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിന് ജനങ്ങളെ അണിനിരത്തുക എന്ന വലിയ സമര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രയും രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും പ്രചരണത്തിലെല്ലാം ഇടതുമുന്നണി നൽകുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം വോട്ട് ചെയ്യുക മാത്രമല്ല, ജനങ്ങളെ നിലവിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഈ പറയുന്ന വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കാം എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും കൂടിയുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കണ്ടു തന്നെ എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് തലം മുതൽ പാർലമെൻറ്റ് കൺവെൻഷൻ വരെയുള്ള സംഘടനാപരമായ പൂർണ്ണമായ ഘടനാപരമായ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാണ്. അത് ഏറ്റവും കൂടുതൽ പര്യടനം, സ്ഥാനാർത്ഥികളുടെ പര്യടനം, ഒപ്പം തന്നെ പ്രധാന കേന്ദ്രങ്ങളിലെ യോഗങ്ങൾ, കുടുംബ യോഗങ്ങൾ, ചെറു ബൂത്ത് കേന്ദ്രങ്ങളിലുള്ള യോഗങ്ങൾ, പ്രചരണ ജാഥകൾ, അങ്ങനെയുള്ള വിപുലമായ പരിപാടികളിലേക്ക് LDF കടക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് രണ്ടാം ഘട്ടമാണ്. ചെറിയ പ്രധാനപ്പെട്ട കോർണറുകളിലെല്ലാം ഒരു പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ വരും. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലെയും ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയെ പോലെ വോട്ടർമാരുടെ ഇടയ്ക്ക് നേരിട്ട് എത്തിച്ചേരാനുള്ള അവസരം പലപ്പോഴും പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാറില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുകയാണെങ്കിൽ അതുകൂടി നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം LDF സ്ഥാനാർത്ഥികൾ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത്. ഒപ്പം തന്നെ ഇനി അടുത്ത ഘട്ടത്തിലാണ് പര്യടന ജാഥകൾ, പ്രചരണ ജാഥകൾ, അതോടൊപ്പം തന്നെ ക്യാമ്പയിനുകൾ, ജനറൽ ബോഡികൾ, ഒപ്പം ഈ കുടുംബയോഗങ്ങളടക്കം സംഘടിപ്പിക്കേണ്ടത്. അതിൻ്റെയൊക്കെ തീയതികളടക്കം അതാത് പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളുടെയും അതിൻ്റെ സംഘാടകരും മുഖ്യ ചുമതലയുള്ള ആൾക്കാരൊക്കെ തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നതാണ്. അതിന് സജ്ജമായി ഇടതുമുന്നണി 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സജ്ജമായി മുന്നോട്ട് പോകുന്നു തന്നെ പറയാം. അതിനൊരു ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തിരുവനന്തപുരം തലസ്ഥാനത്തെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് രണ്ടും വലിയ തരത്തിലുള്ള ആവേശോജ്വലമായ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് പൂർണ്ണമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആവേശം പകരുന്നതും ആത്മവിശ്വാസം പകരുന്നതുമായി 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ച രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഞാൻ മുഖവുരയായി സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ് സർക്കാർ പോകേണ്ടതിൻ്റെ ആവശ്യകത ഇടതുമുന്നണി ഊന്നിപ്പറയുന്നു. ഒപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ രാജ്യത്തെ കോൺഗ്രസിനാകും
സാധ്യമാകുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും ചോദിച്ചത്. അത് കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ സംഭവങ്ങൾ. ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒഴുക്ക് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരു ദേശീയ നേതാവ് BJPയിലേക്ക് കഴിഞ്ഞ ദിവസം പോയി. കേരളത്തിൽ തന്നെ എല്ലാവരെയും പ്രത്യേകിച്ച് ജനാധിപത്യ വിശ്വാസികളെ നടുക്കിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടാണ് ആദരണീയനായ ലീഡറുടെ മകൾ തന്നെ BJPയിലേക്ക് പ്രവേശിച്ചത്. അവർ തൃശ്ശൂരിലടക്കം പ്രചരണ പ്രവർത്തനങ്ങളുമായി BJP ക്യാമ്പയിനിലുണ്ടാവും. BJPയുടെ ക്യാമ്പയിനിലെ മുഖമായി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ മാറുന്നു. ഒന്ന് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. മാസങ്ങൾക്ക് ശേഷമാണ് പത്മജ വേണുഗോപാലും പോയത്. 2 ദേശീയ നേതാക്കളുടെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ആദരണീയനായ 2 നേതാക്കളുടെ മക്കൾ BJPയുടെ ക്യാമ്പയിനിൽ പോയി കൈപ്പത്തി വിട്ട് താമരയും കയ്യിലേന്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന ചിത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക. അതുകൊണ്ട് കോൺഗ്രസ്സിലെ ഇന്ന് കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യുന്നവർ നാളെ BJPയിലേക്ക് പോകുന്ന അവസ്ഥ, എങ്ങനെ കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ കഴിയും? ഇനി ആരൊക്കെയാണ് BJPയിലേക്ക് പോകാൻ കാര്യങ്ങൾ തീരുമാനിച്ച് വാക്കുറപ്പിച്ച് നിൽക്കുന്നത് എന്ന് എങ്ങനെ അറിയാൻ കഴിയുമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കേരളം എങ്ങനെ ഇത്തരം വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം എങ്ങനെയാണ് ബദലാകുന്നത് എന്ന ഉദാഹരണമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഗതികേടും ചൂണ്ടിക്കാട്ടിയാണ് LDFിൻ്റെ പ്രചരണം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ പ്രചരണത്തിന് മറുപടി പറയുകയാണ് എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF ഈ പറഞ്ഞ 1ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും മറ്റ് 2 മുന്നണികളും മണ്ഡലങ്ങളിൽ സജീവമായിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ ഓരോ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് സിറ്റിംഗ് MP ആണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം നേരത്തെ തന്നെ ഈ പരസ്യ പ്രചരണം ഇല്ല എങ്കിലും മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് സ്ഥലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാനുള്ള തിരക്കിലാണ്. ശശി തരൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്നാണ് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുക. ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സജീവമായി വരുന്നതേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥികൾ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പൂർത്തിയാക്കിയത്. അവർ തന്നെ മണ്ഡലങ്ങളിൽ പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഓട്ടപ്രദർശനം നടത്തി തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഏതർത്ഥത്തിൽ പരിശോധിച്ചിരുന്നാലും 1ാം ഘട്ടത്തിൽ LDFന് പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാൻ ഇതുവരെ ആയിട്ടുണ്ട്. കാവ്യ. ശരി നൃപൻ, ആ ഒരു മെറിറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ പരമാവധി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ഈ പ്രചാരണ രംഗത്ത് ശക്തമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായി എന്നതാണ് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുൻതൂക്കം എന്ന് പറയുന്നത്. ഈ 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രസക്തമാകുന്ന ഒരു ചോദ്യം, നേരത്തെ നിർഭൻ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരാൻ ഇനി വൈകുകയാണെങ്കിൽ അതും ആ ഒരു സമയത്ത് കൂടി പരമാവധി പ്രചാരണ രംഗത്ത് കൂടുതൽ വ്യക്തിപരമായി വരെ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരത്തിലേക്കൊക്കെയും അത് കാര്യങ്ങൾ പോകുമെന്നതാണ്. അത്രത്തോളം വളരെ വേഗതയിലാണ് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രംഗം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനങ്ങളുടെ ആ ഒരു സ്വീകാര്യതയും ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്.